ആദ്യമേ തന്നെ നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലൊരു 1.5 കപ്പ് വെള്ളം എടുത്ത് നമ്മുടെ മാഗി പാസ്ത അതിലേക്ക് ഇടുക. അതിൻ്റെ കൂടെ നമ്മുടെ മസാലയും കൂടി ഇടുക. ഇത് ഞാൻ അടപ്പിൽ വെച്ചിട്ടല്ല ഇടുന്നത്, അതിന് മുമ്പ് ജസ്റ്റ് അത് മിക്സാക്കി വെക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്യാസ് വെക്കണം. വെക്കുമ്പോൾ തീ കുറച്ച് വെച്ചാൽ മതി. അത് കുറച്ച് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് വെള്ളം ആവശ്യത്തിന് വറ്റിച്ചെടുക്കുക. അതിനൊരു തക്കാളി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മളതിലേക്ക് കുറച്ച് ഉപ്പ്, മുളക് പൊടി, പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഞാൻ ചേർത്തായിരുന്നു. അത് ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരിച്ചെടുക്കുക. എന്നിട്ട് മാറ്റി വയ്ക്കുക. അതിന് ശേഷം നമ്മൾ ഒരു മുട്ട, 2 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഉപ്പിട്ട് കുരുമുളക് പൊടി വേണമെങ്കിൽ എരിവ് വേണ്ടവർ അതുകൂടി ഇടാം. അത് ഇങ്ങനൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ഒത്തിരി അങ്ങോട്ട് പൊടിയാക്കണ്ട. എന്നിട്ട് നമ്മൾ ആ പാനിലേക്ക് തന്നെ നേരത്തെ മാറ്റി വെച്ച തക്കാളി എടുത്തിട്ട് അതൊന്ന് വെള്ളം പറ്റിച്ചെടുക്കുവാണേ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മുടെ പാസ്ത, വെള്ളം ഒത്തിരി പറ്റിയതല്ല, കുറച്ച് വെള്ളമുള്ള പാസ്ത കൊണ്ടുവന്നിടുന്നു. അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് മുട്ട ചേർക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു 2 സ്പൂൺ ബട്ടർ ചേർക്കായിരുന്നു. നല്ല നാടൻ ബട്ടറാണ് ഞാൻ ചേർത്തത്. അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ മാഗി മിൽമയുടെയോ അല്ലെങ്കിൽ അമൂലിൻ്റെ ബട്ടർ ചേർക്കുക. ഇത് നല്ലോണം മിക്സാക്കി കൊടുക്കുക. എരിവ് വേണ്ടവർ കുരുമുളക് പൊടി എന്തെങ്കിലും ചേർക്കണം കേട്ടോ. ഇതിനങ്ങനെ എരിവില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ്. നല്ല ക്രീമും ആ ഒരു പിന്നെ തക്കാളി സോസ് ചേർക്കുന്നതിന് പകരമാണ് ഞാൻ തക്കാളി അരച്ചങ്ങനെ ചേർത്തത്. സോസ് ചേർക്കേണ്ടവർക്ക് സോസ് ചേർത്താലും മതി. നല്ല ടേസ്റ്റാണ്. നമ്മുടെ മാഗി റെസിപ്പി വെച്ചിട്ട് സാധാ ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റ്ഫുള്ളായിരുന്നത്. പിന്നെ ഇത്രയും വേവിക്കണമെന്നില്ല, പക്ഷേ വേവിച്ചപ്പോഴാണ് എനിക്ക് സാധാരണ ഉണ്ടാക്കണതിലും ടേസ്റ്റ് തോന്നിയത്. ട്രൈ ചെയ്യുക.